നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ മത്സരം മന്ദഗതിയിലാണ്. നടക്കോ ഇല്ലയെന്നൊന്നും ഉറപ്പില്ല. കാരണം എന്താ, GCDA ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, GCDൻ്റെ ഒരു ഫുള്ളാണ്. ഞാൻ ആലോചിക്കുകയാണ്, കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അതോറിറ്റിയാണ്. അവർ പറയാണ് കളിൻ്റെ തലേന്ന് വാടക കൂട്ടിത്തരണമെന്ന്. ഇതുവരെ 2 ലക്ഷം കൊടുത്തിരുന്ന വാടക ഇനി 4 ലക്ഷം കൊടുക്കണം. പോരാത്തതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലും കൊടുക്കണമല്ലോ, ഒരു 1 CR. ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്? ഇത്രത്തോളം പൈസ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ അഡ്രിയാൻ ലൂഡ, നോഹ, ഓബിയേറ്റ പോലുള്ള പ്ലേയേഴ്സൊന്നും പോലായിരുന്നു. അവർ ടീമിലുണ്ടാവുമായിരുന്നു. പക്ഷേ ആ പൈസ ഒന്നും പോലും സാലറി കൊടുക്കാൻ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇവരെ ലോണിലും മറ്റു കാര്യത്തിലൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവരെ പറഞ്ഞയച്ചാൽ അവരുടെ ഒരു പകുതി നിലവാരമുള്ള വിദേശ പ്ലേയേഴ്സിന് സൈൻ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ, പൈസ കയ്യിലില്ല. പിന്നെ ഇവരെന്ത് കണ്ടിട്ടാണ് ഈ പൈസ കൂട്ടി ചോദിക്കേണ്ടത്, അതും കളീൻ്റെ തലേന്ന്? കുറച്ച് ലോജിക്ക് വേണ്ടേ? എവിടേക്ക് പോകാനാണ് ഈ തലേന്ന്? കുഴപ്പമില്ല, അവർ ഒരാഴ്ച മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പറയാം, വാടക അത്ര ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളാണ്, വാടക ഇനി 2 ലക്ഷം 4 ലക്ഷം വേണം, കാരണം ഞങ്ങൾക്ക് മുതലാവില്ല. സംഭവം അവരെ ഭാഗത്ത് നോക്കുമ്പോൾ ഓക്കെ, അവരങ്ങനെ പറയാം ഒരാഴ്ച മുമ്പ്. അങ്ങനെയാണെങ്കിൽ EMS സ്റ്റേഡിയത്തിൽ കളി വെച്ചാൽ പോരെന്ന്. എവിടെ വെച്ചാലും ഇപ്പോൾ എന്താ പ്രശ്നം? EMS സ്റ്റേഡിയം ഉണ്ട്, മലപ്പുറം പയ്യനാട് സ്റ്റേഡിയം ഉണ്ട്, പിന്നെ സൂപ്പർ ലീഗ് കേരളൻ്റെ നടന്ന പല സ്റ്റേഡിയങ്ങളുണ്ട്. ചെറുതാവും, ഇത്ര സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ കളി അവിടെ വെച്ചാൽ മതിയായിരുന്നു. ഇവർ ഈ കളീൻ്റെ തലേന്ന് വന്നിട്ട് ഇങ്ങനെ വാടക കൂട്ടിത്തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോകാനാണ്? അപ്പോൾ GCDൻ്റെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. GCD എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അതോറിറ്റി വരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘമാണ്. അതേപോലെ രണ്ടാമത്തെ അതോറിറ്റി വരുന്നത് MB രാജേഷ്. ഇവരോട് രണ്ടാളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഈ കളി മുടക്കരുത്. കാരണം ഏത് ഗവൺമെൻറ് ആയാലും LDF ആയാലും ULDF ആയാലും ഒക്കെ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു അതോറിറ്റി കളീൻ്റെ തലേന്ന് വാടക കൂട്ടി ചോദിച്ച് കളി തുമ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത് എങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പാക്കുക. ഗവൺമെൻറ്റിന് വിചാരിച്ചാൽ ഇതൊരു ചെറിയ കേസും കാര്യങ്ങളൊക്കെയാണ്. GCD ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുമാണ്. അപ്പോൾ കളി തുമ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കരുത്. കളീൻ്റെ തലേന്നാണ് ഇവർ ഈ വാടക കൂട്ടി ചോദിച്ചിട്ടുള്ളത്. അതൊരു മോശം കാര്യമാണ്. ഇത്രയും ദിവസങ്ങളുണ്ടായിട്ട് ഈ കളീൻ്റെ തലേന്ന് വാടക കൂട്ടി ചോദിക്കാനുള്ള ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ ദയവായിട്ട് ഈ ഒരു കളി നടക്കണം. ഈ കളി നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫുട്ബോളിന് ഉണ്ടാക്കുന്ന പരിക്ക് ചില്ലറൊന്നാവില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ ഈ സീസണ് ഒരുപാട് മാസങ്ങൾ നീണ്ടിട്ടാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഈ വാടക കൂട്ടി ചോദിക്കലും, ഒരു ടീമിൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. മോഹൻ ബഗാൻ അവിടെ കട ഒരു വേറെ ഒരു ഇതാണ്. ബാക്കി ഏത് ടീമിൻ്റെ അടുത്ത പൈസ ഉള്ളത്? പല ടീമിലും 6 വിദേശ താരങ്ങൾ പോലും ഇല്ല. ഗോവയിൽ 2 വിദേശ പ്ലേയേഴ്സുള്ളത്. ഒരു ടീമിൽ, ചില ടീമിൽ 2 വിദേശ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാരണം ഇവർക്ക് ആഗ്രഹം പൂതിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, ഇവരാരത്തും പൈസ ഇല്ല. പ്രത്യേകിച്ച് ഈ ലീഗ് ഇങ്ങനെ നീണ്ടു പോവുക, സാലറി കൊടുക്കാൻ പൈസ ഇല്ല, ക്ലബ്ബുകളെ നഷ്ടത്തിൽ, ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ വാടക കൂട്ടി ചോദിക്കേണ്ട അത്ര നല്ല കാര്യമാണോ? ഇത് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയായിരുന്നു. എന്തിനാണ് അവിടെ കൊച്ചി സ്റ്റേഡിയത്തിൽ പിടിച്ചിരിക്കണത്? സ്റ്റേഡിയമാണ് പൂട്ടിയിട്ടോട്ടെ, കളി നടക്കണ്ട, ഒന്നും നടക്കണ്ട, ആർക്കും ഛേദം. ഇതിപ്പോൾ കളി നടക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ വാടക കൂട്ടി ചോദിക്കേണ്ടത്. ഇതിപ്പോൾ EMS സ്റ്റേഡിയത്തിലാണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അന്ന് ഇവർ ഇത് പറഞ്ഞിട്ടില്ല. ഇത് കളീൻ്റെ തലേന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യില്ല, ഓരോ ഫുട്ബോളിൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു തന്നെ. ഓക്കെ.